ഹലോ, അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ ഹോട്ടൽ ടാസ്ക് ആയിരുന്നു. സോ മെയിനായിട്ടുണ്ടായിരുന്നത് സാബുമോൻ എൻട്രി ആയി എന്നുള്ളതാണ്. ആൻഡ് ചെന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു വെൽക്കം ടു ബി ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് പണ്ട് സ്കൂളിൽ ടീച്ചർ കയറുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്ന പോലെ ആയല്ലോ എന്ന്. ആൻഡ് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ലൈവിനെ സംബന്ധിച്ചിടത്തോളം ലൈവിലുള്ളത് എപ്പിസോഡിൽ കുറേ കട്ട് ചെയ്തിട്ടാണ് എപ്പിസോഡിൽ വരുന്നത്. ആൻഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സാബു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ റൂമിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സോറി പറഞ്ഞപ്പോൾ സാബു ചോദിച്ചു എന്തിനു സോറി പറയണം, നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അതൊക്കെ എപ്പിസോഡിൽ നിന്ന് കട്ടാക്കിയായിരുന്നു. ആൻഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ സാബുവിനെ സംബന്ധിച്ചിടത്തോളം സാബു അവിടെ ഒരു ചലഞ്ചറല്ല, ഒരു അതിഥിയായിട്ടാണ് കയറിയത്. അതുകൊണ്ട് തന്നെ ആള് നൈസായിട്ട് ആക്കി വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടന്നായിരുന്നു. അതിന് ശേഷം ഉണ്ടായത് നോറയ്ക്ക് കൊടുത്ത പ്രാങ്കാണ്. നോറയ്ക്ക് വെച്ചത് ഋഷിക്ക് ആണ് ഏറ്റത് എന്ന് തോന്നുന്നു. കാരണം അവിടെ അപ്സര ഋഷിയുടെ കരിയറിനെ കുറിച്ചൊന്നും ചെറിയൊരു ടോക്ക് ഉണ്ടായിരുന്നു. അത് നന്ദന ഏറ്റുപിടിച്ചു. ആൻഡ് ഋഷിക്ക് നന്നായി ഫീൽ ചെയ്തു. കാരണം ഋഷിയുടെ കരിയറിനെ കുറിച്ചിട്ടാണ് അപ്സര സംസാരിച്ചത്. സോ അത് ഋഷിക്ക് നന്നായിട്ട് ഏറ്റു. അപ്പോൾ അതിനുശേഷം സാബു പറഞ്ഞു ഇതൊരു പ്രാങ്കാന്ന് പറഞ്ഞു. എങ്കിൽ കൂടി ഋഷി പറഞ്ഞ പ്രാങ്ക് ആയാലും എന്തായാലും എൻ്റെ കരിയറിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ആൻഡ് സാബു അപ്സരയോട് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് അതൊന്ന് ടോക്ക് ചെയ്ത് അതൊന്ന് ക്ലിയർ ആക്കിക്കൂടെ എന്ന്. ആൻഡ് അപ്സര പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയത്തില്ല, കാരണം എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയത്തില്ല എന്ന്. ബട്ട് ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ അപ്സര പറഞ്ഞിരുന്നു ചെറുതായിട്ട്. എനിവേ അതങ്ങനെ പോവാണ് ചെയ്തത്. അതുപോലെ തന്നെ പിന്നീട് വന്നത് കോയിൻസ് കൊടുക്കുകയാണ്. കോയിൻസ് കൊടുത്തപ്പോൾ നമ്മുടെ ജിൻഡോയുടെ ഡെൻ ടീമാണ് ഫസ്റ്റ് വന്നത്. അപ്സര കുറച്ച് ചില സമയത്ത് ശരിക്കും ഓവറായിരുന്നു. ഫസ്റ്റ് കോയിൻ കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടിയുടെ പോലെ എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര തുള്ളിച്ചാട്ടം, അതിനൊന്നും ആവശ്യമില്ല. കാരണം ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് അവർ ആക്ട് ചെയ്യുന്നത്. ആ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ നിലവാരം ഈ ടാസ്കിൽ ഒട്ടുമില്ലായിരുന്നു. കാരണം കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിലും അടിപിടി വഴക്കൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു അതിന്. അതായത് ഒരു ക്ലിയർ ആൻഡ് കട്ടായിട്ടുള്ള ആ കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിനുശേഷം കോയിൻസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ജിൻഡോ ടീമാണ് ഫസ്റ്റ് നിൽക്കുന്നത്. ദെൻ ബാക്കി 2 ടീംസും ടൈ ആണ്, ഒരുമിച്ചാണ് വന്നത് 100 പോയിൻറ്റ്സിൽ. ജിൻഡോയ്ക്ക് മാത്രം 10 പോയിൻറ്റ് കൂടി 110 പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയായിരുന്നു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ജാസ്മിനും റസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ നോറ ചെന്ന് വിളിക്കുകയാണ് ജാസ്മിൻ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. കാരണം അതിഥി വന്നിട്ടുണ്ട്, സോ ഫുഡ് കൊടുക്കണം, ഫുഡൊന്നും ആയിട്ടില്ല, സിജോ മാത്രം അവിടെ നിൽക്കുകയാണ് കിച്ചണിലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജാസ്മിൻ എഴുന്നേറ്റില്ല. ജാസ്മിൻ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ജാസ്മിനോട് ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് നോറയാവുമ്പോൾ ജാസ്മിൻ എങ്ങനെയാണ് അത് എടുക്കാൻ നമുക്കറിയാലോ. അങ്ങനെ പോടിയും എന്തോ ഒരു ഇതിൽ പറഞ്ഞു. ആൻഡ് അതിനുശേഷം വീണ്ടും വന്ന് നോറ പറഞ്ഞു ആ ഒരു സമയത്ത് റസ്മിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട്. റസ്മിനും പവർ ടീം മെമ്പറാണ്, സോ ഡ്യൂട്ടി ഫസ്റ്റ് ആണ്. സോ ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കാം. നോറ പറഞ്ഞു കഴിഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കാമല്ലോ എന്നും. അതിനുശേഷം നോറ ഐ തിങ്ക് ഒരു പൊസസീവ്നെസ് ആണോ കാണിച്ചതെന്ന് അറിയില്ല, പക്ഷേ നോറ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് സംസാരിക്കേണ്ടത്, കാരണം കിച്ചൺ ഡ്യൂട്ടിയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ പോയി. അതിനുശേഷം റസ്മിനും നോറയായിട്ടൊരു വഴക്കുണ്ടായി. എനിക്ക് അതിൻ്റെ അവിടെ ജീവിതത്തിൽ മിണ്ടില്ല, നമ്മുടെ ജാൻമണി പറഞ്ഞ പോലെ നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോറ പോയത്. പിന്നെ നോറ ടോയ്ലറ്റിൻ്റെ ഏരിയയിൽ പോയിരുന്ന കറിയാണ് കണ്ടത്. ആൻഡ് അതിനുശേഷം ജാസ്മിൻ എഴുന്നേറ്റ് പോയപ്പോഴും പോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാസ്മിൻ പോകുന്നത്. ബിക്കോസ് ആ സമയത്ത് നോറ റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു, കൊറിഡോർ ഏരിയയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു നോറ എൻ്റെ അനിയത്തിയാണെങ്കിൽ സത്യം ഞാൻ നിന്നോട് സംസാരിക്കില്ല റസ്മിൻ എന്നൊക്കെ. ചെറിയൊരു പോസിറ്റീവ്നെസ് ആയിരിക്കും, നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവുമല്ലോ. ആൻഡ് നോറ പറഞ്ഞ കാര്യവും കറക്റ്റാണ്, ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ആൻഡ് അതിനുശേഷം ജാസ്മിൻ പോടി എന്ന് പറഞ്ഞ് പോയത് നോറയ്ക്ക് അത്ര പിടിച്ചില്ല. ഇഫ് എന്നെ ആണെങ്കിലും ഒരാൾ പോടി, നീ വാടി, നീ എന്നൊന്നും വിളിക്കുന്നത് എനിക്ക് അത്ര പിടിക്കത്തില്ല. അപ്പം അതുപോലെ ആയിരിക്കാം മേ ബി, അങ്ങനെ എല്ലാ പെൺകുട്ടികൾക്കും അത് പിടിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോടെ പോയി. പിന്നെ ടോയ്ലറ്റ് ഏരിയയിൽ അൻസിബോർഡ് ഇത് പറഞ്ഞിരുന്ന കരയാണ് ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് ഹോട്ടൽ ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുണ്ടായിരുന്ന നമ്മുടെ BBയിലെ നമ്മുടെ 1 hour നമ്മുടെ ഷോയിലുണ്ടായിരുന്നത്. നെക്സ്റ്റ് BB+ ആണ്, അതിൻ്റെ റിവ്യൂ നമ്മൾ പറയാം കേട്ടോ. ബൈ.